മുകളിൽ ഭാഗമൊക്കെ വരുന്നത് വെച്ചാൽ കാപ്പി സ്റ്റേജ് എന്ന് പറയുന്നത് ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ തിരൂർ തുഞ്ചൻപറമ്പ് സ്മാരക സ്പോട്ടിലോട്ടാണ്. എൻ്റെ പുറകെ കാണുന്നതാണ് എയ്ത്തോലയും എയ്ത്താണിയും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യാം. നമ്മൾ ഈ ഗേറ്റും കവാടം കാര്യങ്ങളൊക്കെ തുടങ്ങി വന്ന് ഫ്രണ്ട് കാണുന്ന സംഭവമാണ് എനിക്കിവിടെ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണും. കുറച്ച് പ്രത്യേകമായിട്ട് കാര്യം പറയാണ്ട് കുറേ കാര്യങ്ങൾ കാണിക്കാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. ഓക്കെ, ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ലുക്ക് വ്യൂ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു കോമ്പൗണ്ട്, എനിക്ക് തോന്നുന്നു ഇത് മാത്രമാണ് അറിയില്ല, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. കൊള്ളാം. ഇവിടെ എന്തോ ഫോണ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാനൊക്കെ പറഞ്ഞ് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യാം, വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കും. അവർ പറഞ്ഞു വെച്ചാൽ ഇവിടെ ഈ പരസ്യത്തിനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവർക്ക് ഓൾറെഡി അഡീഷണൽ ആയിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തണം. പിന്നെ എന്തോ ലെറ്റർ പാഡും കാര്യങ്ങൾ കൊടുക്കണം. പിന്നെ ചുമ്മാ നമ്മൾ ഈ തുഞ്ചൻപറമ്പിന് മാത്രം വ്ളോഗും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു 50 രൂപ കൊടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും 50 രൂപ കൊടുത്തിട്ട് അങ്ങ് വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് പറയും. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സിംഗിളായിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൂട്ടത്തോടെ വരുന്ന കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ അങ്ങനെ ക്യാഷും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ടിക്കറ്റായിട്ട് എൻട്രി ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ ക്യാമ കൊണ്ടോ അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും കൊണ്ടോ വീഡിയോ എടുക്കണമെങ്കിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഫോൺ ആയിക്കോട്ടെ, ഫോൺ കൊണ്ട് ഷൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവർക്ക് അഡീഷണലായിട്ട് എമൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അതാണ് ഇവർ പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ചുറ്റി കാണേണ്ടിയിരിക്കുന്നു. ഓക്കെ, പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ കയറി ഇരിക്കാൻ പറ്റില്ല. ക്യാമറയുടെ ക്യാഷും കാര്യങ്ങളൊന്നും ഇവിടെ അവർ പറയുന്നുണ്ട്. ക്യാമറ ഉപയോഗിക്കുന്നതിന് 50 രൂപ, വീഡിയോ ക്യാമറ ഒരു മണിക്കൂറിന് 200 രൂപ. മോനെ രക്ഷയില്ലല്ലോ. അതിന് മാത്രമുള്ള സംഭവം നമുക്ക് ഇവിടെ ഉണ്ടോ നോക്കണല്ലോ. ഇതിനുള്ളിൽ ഉള്ളോട്ടൊന്നും കയറി ഇരിക്കാൻ പാടില്ലെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇരിക്കാതെ ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. തുഞ്ചൻ കളരി കാഞ്ഞിര മരം കുളം. ഇതാണോ കുളം? വെള്ളം പോകുന്നൊന്നും അറിയുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ എന്നാണ്. ഇവിടെ ആളും കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഇതാണ് തുഞ്ചൻ കുളം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതായിരിക്കും. വേനൽക്കാലത്ത് കൊണ്ട് വെള്ളം കാര്യങ്ങളൊക്കെ കമ്മിയാണ്. ഇതുവരെ നോക്കിക്കാരിൽ മെയിൻ്റനൻസ് ഇത്തിരി കമ്മിയാണോ എന്ന് ചെറിയ ഡൗട്ട്. നടപ്പാടും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. മെയിൻ്റനൻസ് ഇവിടെ എന്തോ ചെറിയൊരു പ്രാർത്ഥിക്കുന്ന സ്പോട്ടാണ് തോന്നുന്നു. ഇവിടെ ഒരു കാഞ്ഞിരമരമുണ്ട്. കാഞ്ഞിരമരത്തിന് താഴെ എഴുതിയിട്ടുണ്ട് ഹരിശ്രീ ഗണപതി നമാത്. ഓക്കെ, ഇവിടുത്തെ ഇരിക്കാനുള്ള സ്ഥലത്ത് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ എന്ന് പല സ്ഥലത്തുമായിട്ട് എഴുതി കഴിച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഒട്ടൂരയോ അങ്ങനെ എന്തൊക്കെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ചെന്ന് നോക്കാം. നമ്മൾ അതിലൂടെ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഫ്രണ്ടിലൂടെ ഒന്ന് കയറി. മരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പാട്ടോ, ബോറടിക്കത്തില്ല. അതൊരു മെയിൻ കാര്യമാണ് അവിടെ. സ്റ്റേജ് എന്ന് പറയുന്നത് ഓഡിറ്റോറിയം സ്റ്റേജ്, തുറന്ന വേദി, അങ്ങനെയൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഇവിടുത്തെ സ്റ്റേജ്. അതൊക്കെ ഓരോരോ എന്താ പറയുക ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇത് ഒരു ലൈബ്രറി, മലയാളം സാമൂഹ്യ മ്യൂസിയം.
ഞാൻ ഒരു ലൈബ്രറിയിലോട്ടൊന്നും ക്യാമറ പിടിച്ച് കയറുന്നത് ഒരു നല്ല ശീലമല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും കയറാൻ ഞാൻ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇത് ചെറിയൊരു എന്താ പറയുക, ഇവിടെ റൂമൊക്കെ കൊടുക്കുന്നുണ്ട്. എ സിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് റൂം കൊള്ളാം കേട്ടോ. അവരെ ഇതിൻ്റെ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്ത ആൾ പുള്ളിയാണ്. എന്തായാലും ഒരു ക്രിയേറ്റീവ് മൈൻഡ് അതായത് കൊള്ളാം. നേരത്തെ കാണിച്ച ഇത് നമ്മുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഇവിടെ റൗണ്ടിട്ട് കാണാൻ മാത്രമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വന്ന് കാണാം, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓഡിറ്റോറിയം. എനിക്ക് തോന്നുന്ന കല്യാണ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഓഡിറ്റോറിയത്തിലായിരിക്കും. ഓഡിറ്റോറിയം മെയിൻ പർപ്പസ് തന്നെ ആയിരിക്കും ഇവിടെ കൊടുക്കുന്നുണ്ടാവുക. ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു തുറന്ന വേദി ഇതായിരിക്കും തോന്നുന്നു. അത്യാവശ്യം കുഴപ്പം. നമ്മൾ അതിലൂടെയാണ് എന്ത് ചെയ്തേ, അതിലൂടെ ഇങ്ങനെ പോയി റൗണ്ട് അടിച്ച് ഇപ്പോൾ ഇതിലൂടെ ഇങ്ങനെ വന്നതാണ്. നമ്മളെന്തായാലും ഈ സാധനം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, അതൊന്നും ഷൂട്ട് ചെയ്യണം. അതൊക്കെ തന്നെയാണ് ഇവിടെ മെയിനായിട്ട് കേട്ടോ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് ഇവിടെ മെയിൻ. തണലാട്ടോ മെയിൻ കാര്യം പറയാൻ, തണലാണ്. ചെറുതായിട്ട് കാറ്റുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവർ ഏറ്റവും കൂടുതൽ നമ്മളെ അട്രാക്ട് ചെയ്യുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെ സ്റ്റാർട്ടിങ് വരുമ്പോൾ കാണുന്നത് തന്നെ ഈ സംഭവമാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ. ഇവിടുത്തെ ഇതിൻ്റെ കുത്തുപണികളും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അദ്ദേഹത്തിന് ഈ മുകളിൽ ഭാഗമൊക്കെ വരുന്നത് വെച്ചാൽ കാപ്പി പെയിൻ്റ് അടിച്ച കാര്യങ്ങളൊക്കെ വരുന്നത് അത് മരം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിൻ്റെ താഴോട്ട് ഫുള്ള് കല്ല് കുത്തുപണിയാട്ടോ. അത് ഒരു രക്ഷയില്ല, പൊളിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് കാണുന്നത് ഓഡിറ്റോറിയം, അത് ഇവിടെ സ്റ്റേജ്, പിന്നെ ആ സൈഡും കാര്യങ്ങളൊക്കെ വായനശാല കാര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ പോർഷൻ പറഞ്ഞാൽ നമ്മൾ വരുന്ന എൻട്രി ആണ് ഇവിടെ വരുന്ന എൻട്രി കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ പുസ്തകപ്പുര, അവിടെ സെയിലും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, കൊള്ളാം. ഇവിടെ ചെറിയൊരു ഗാർഡൻ ഉണ്ട്, ചെറുത്. ഇവിടെ കാണാം. ഇവിടെ ഗാർഡന് ഈ സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്തുള്ള സ്കോപ്പും കാര്യങ്ങളും അത്യാവശ്യമൊക്കെ ഉണ്ട്. പിന്നെ ആ സൈഡിലായിട്ട് കുറച്ച് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അത്യാവശ്യം മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. കാരണം മെയിൻ്റെനൻസ് ഉണ്ട് ഈ സമയത്തൊക്കെ. നമ്മൾ കഴിഞ്ഞ സ്പോട്ടിൽ പോയ സമയത്തൊക്കെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നേക്കാൾ അത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ല ഹെവി ആയിട്ട് കാര്യങ്ങൾ സെറ്റപ്പ് ആക്കാൻ പറ്റുമായിരുന്നു. കുഴപ്പമില്ല, കൊള്ളാം. ഓക്കെ, അവിടെയൊക്കെ ഇരിപ്പിട കേട്ടോ. ഇരിപ്പിട വീണ്ടും പറയേണ്ട അവസ്ഥയാണ്. ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് അവിടെ ആ ഒരു ഭാഗമൊക്കെ കൊള്ളാം. ഈ പോർഷൻ കാര്യങ്ങളൊക്കെ എന്തോ വർക്കും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നേരത്തെ കാണിച്ചു പോയപ്പോൾ സമയത്ത് ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. നമ്മൾ ഇവനെ ശ്രദ്ധിച്ചായിരുന്നു, പക്ഷേ ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇത് പണ്ട് കാലത്തിൽ നമ്മളെ ബുക്സിന് പകരം ഉപയോഗിച്ചിരുന്ന സംഭവം പോലെ ആ ഒരു സംഭവം, പിന്നെ പേന, ആ ഒരു ഓക്കെ കൊള്ളാം. ഇത് ഇരുമ്പ് തോന്നുന്നു, ചെമ്പോണ്ട് ഉണ്ടാക്കിയ സംഭവം തോന്നുന്നുണ്ട്. എരുമയുണ്ട് കേട്ടോ, ഒരു കൊത്തുപണിയും കാര്യങ്ങളൊക്കെ. നമ്മളിതിൻ്റെ ഏറ്റവും ഫ്രണ്ട് കാണുന്നതും, അതായത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ മെയിനായിട്ട് കാണുന്നതും, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള സംഭവം ഇവിടെ എന്താ വെച്ചാൽ, ഇപ്പോൾ തുഞ്ചൻ സ്മാരക മണ്ഡപം. ഇതാണ് ഈ തുഞ്ചൻ സ്മാരക മണ്ഡപം. എൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. കാരണം ഇത് നല്ലതോട്ടെ. കാരണം എന്ന് വെച്ചാൽ നല്ല പണി പിടിപ്പിച്ചിട്ടുണ്ടോ അവന്മാർ. ഇത് നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഇത് ഇവർക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇവിടെ ഇതിൻ്റെ അത്യാവശ്യം ഇരിപ്പിടും കാര്യങ്ങളൊക്കെ. നമ്മൾ നേരത്തെ അതിലൂടെ പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഇരിക്കാൻ പറ്റിയൊരു എല്ലാ ഇരിപ്പിടത്തിനും താഴെ ഭയങ്കര തണലാട്ടോ. നീ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്.
നല്ല മരങ്ങളും മെയിൻ്റെനൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും ക്ലീനാണ്. കൊന്നപ്പൂവൊക്കെ ചാടിൻ്റെ ഒരു വിശിഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇതിലൂടെയാണ് പോകുന്നത് അല്ലേ. ഇതിലൂടെ പോയിട്ടാണ് നമ്മൾ നേരത്തെ ആ ഒരു കുളത്തിലോട്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത് കണ്ടതല്ല, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിൻ കാര്യം അല്ലേ. ആണ്. അങ്ങനെ നമ്മളിവിടെ ഏകദേശം എല്ലാ ഭാഗവും കവർ ചെയ്തിട്ട് ഇവിടെ കുറേ ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വന്നിരിക്കാൻ പറ്റും. ഓരോ ഇരിപ്പിടത്തിൻ്റെതായും തണലാണ്. ഭയങ്കര മരങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ തണലാണ്. ഇതിലൂടെ ജസ്റ്റ് ഒന്ന് നമ്മളെ ഒന്ന് കവർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മടുപ്പ് തോന്നത്തില്ല. കാരണം തണലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മരങ്ങളാണ്. ചെറിയ ചെറിയ മരങ്ങളൊന്നുമല്ല, നല്ല വലിയ മരങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര പോസിറ്റീവ് വൈബാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ടിക്കറ്റും കാര്യമൊന്നുമില്ല. പക്ഷേ എന്നെ പോലെ ഒരു വ്യക്തി ഇവിടെ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഒരു 50 രൂപയും കാര്യങ്ങൾ കൊടുക്കണം. അതിന് മുകളിലോട്ട് വലിയ ക്യാമറയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, 200 ആണ് പെർ മണിക്കൂറിന് കാര്യം കൊടുക്കാറുള്ളത്. ജസ്റ്റ് വന്ന് കാണാൻ പറ്റിയ ഒരു സ്പോട്ട് എന്നേ പറയത്തുള്ളൂ. അല്ലാതെ ഇതിനു വേണ്ടി ഇപ്പം ഞാനൊക്കെ വരുന്നത് മഞ്ചേരി ഭാഗത്താണ്. അപ്പോൾ തിരൂര് മഞ്ചേരി എത്ര ഡിസ്റ്റൻസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത്രത്തോളം ലോങ് വന്ന് കാണാൻ മാത്രമുള്ളൊരു കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ തിരൂര് വരുവാണെങ്കിൽ നൈസായിട്ട് അമ്മോനെ കണ്ടിട്ടില്ല, ഇല്ലെങ്കിൽ നമുക്കൊന്ന് കണ്ടുപോകാം. ആ ഒരു വൈബിൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപോകാം. ഇവിടെ അങ്ങനെ ഒരു എന്താ പറയുക, എല്ലാത്തിനും പോലെ ഒരു കണ്ട് പോകാൻ പറ്റിയ ഒരു സ്പോട്ട്, അത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത്. ഇവിടെ നേരത്തെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണത്. പറമ്പ് മണ്ഡപം എന്ന് പറഞ്ഞ കാര്യമുണ്ട് ഉള്ള അതും ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട്. അതാണ് വരുന്ന സ്റ്റാർട്ടിങ് തന്നെ ഇവിടെ കാണുന്നതും ഇവിടുത്തെ ഹൈലൈറ്റും അതായിരിക്കും. പിന്നെ 50 രൂപ ഇപ്പം എന്നെപ്പോലുള്ളൊരു വ്യക്തി ഈ ഫോണൊക്കെ പിടിച്ച് ഇവിടെ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് 50 രൂപയ്ക്ക് ഷൂട്ട് ചെയ്യാൻ മാത്രമൊന്നും ഇല്ല ഇവിടെ. DSLR 200, പിന്നെ അതിൻ്റെ ലെവലിലൊരു ക്യാമറ കുഴപ്പമില്ല. പക്ഷെ എന്നെപ്പോലുള്ളൊരു വ്യക്തിക്ക് 50 രൂപ ഒന്നും, അതൊക്കെ കുറച്ച് കൂടുതലാണ്. പിന്നെന്താ പറയാൻ, പിന്നെ വേറെ കാര്യം വെച്ചാൽ ഇപ്പോൾ ക്യാമറ ഇല്ലാതെ ചുമ്മാ ഒരു വൈബിന് വേണ്ടി കണ്ടുപോകാൻ വരുന്നവർക്ക് വരെ ടിക്കറ്റ് ഇട്ടത്, അത് മെയിനായിട്ട് പറയേണ്ട കാര്യമാണ്. അത് കൊള്ളാം. അത് നല്ലൊരു കാര്യമായിട്ട്. കാരണം സാധാരണക്കാർ അല്ലെങ്കിൽ ഒന്നിനും ചുമ്മാ കണ്ടിട്ട് പോകാൻ വരുന്നവർക്ക് ക്യാഷും കാര്യങ്ങളൊന്നും അവർ ഈടാക്കുന്നില്ല. അതുള്ള കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞു ഇവിടെ ഇത് ഓഡിറ്റോറിയം ആട്ടോ. ഞാൻ അതിനുള്ളിൽ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ജസ്റ്റ് ഓഡിറ്റോറിയം, ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. AC ആണ് ഓഡിറ്റോറിയം. ഒരു കുളമുണ്ട് അവിടെ, ചെറിയൊരു അമ്പലം പോലെ എന്ത് സംഭവമുണ്ട് അവിടെ, കുറച്ച് അപ്പാർട്ട്മെൻറ്റ് പോലെ എന്തുകൊണ്ട് കൊള്ളാം. ഒരു വൈബ് സ്പോട്ട്, ചില വൈബ് സ്പോട്ട് ചെറുതായിട്ട് കൊള്ളാം. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇനി എടുത്തു പറയാൻ പറ്റില്ല. മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു വായനശാല ഉണ്ട്. ഞാൻ പിന്നെ ഫോണും പിടിച്ചൊക്കെ കയറിച്ചില്ല എന്ന് പറഞ്ഞ മോശമല്ല, ഒരു വായനശാലയ്ക്ക് ഒരു ബഹുമാനം കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കണ്ടേ. അപ്പോൾ അവിടെ ഒരു വായനശാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് കടന്നിട്ടില്ല, അവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ഇവിടെ നൈസായിട്ടൊന്ന് ഇറങ്ങി, അത്രേ ഉള്ളൂ മെയിനായിട്ട്. പിന്നെ സ്റ്റാർട്ടിങ് വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ പുസ്തകപ്പുര പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെ ബുക്സും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നു തോന്നുന്നു. അവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആദ്യം ഓഫീസിൽ പോയി പറയണം. നമ്മൾ ക്യാമും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഓഫീസിൽ പോയി പറയണം. എന്നിട്ട് അവിടെ പോയി ക്യാഷ് പേ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനുള്ളിലോട്ട് കയറുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിൻ്റെ മെയിനായിട്ട് ഇവിടെ പറയാനുള്ള കാര്യം. ഈ സ്പോട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ ഈ സ്മാരകത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെയാണോ ഇവിടെ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഈ സ്പോട്ട് അല്ലെങ്കിൽ ഈ സ്ഥലത്തെ ഈ സ്മാരകത്തെക്കുറിച്ച് വല്ലതും നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് എക്സ്ട്രാ കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നെ കൊണ്ട് അറിയാവുന്നത് ഞാൻ രേഖപ്പെടുത്താം. വേറെ മെയിൻ കാര്യം പറയാനുള്ള, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.